ഹായ് ഹലോ എല്ലാവർക്കും ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ബോട്ടിലാട്ടുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട്. നമ്മൾ കഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഒരുപാട് പേര് ഗ്ലാസ് ബോട്ടിൽ ഇല്ലാത്തവർ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു വെക്കുക. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ടിലാട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട്. അത് നമ്മുടെയൊക്കെ വീട്ടിൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ കളയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചൊക്കെ വെക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ബോട്ടിലാട്ട് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വെച്ചാൽ ഇന്ന് ഞാൻ ബോട്ടിലാട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട്. പിന്നെ നമ്മുടെ വാവനെ പറ്റി എല്ലാവരും ചോദിക്കാറുണ്ട്. വാവ സുഖമായിട്ടിരിക്കുന്നുണ്ടോ, എങ്ങനെയാണ്, കുസൃതിയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. വാവയ്ക്ക് 2 വയസ്സാവുന്നു ഈ മാസം 28 അപ്പോൾ സെപ്റ്റംബർ 28 അവൻ്റെ ബർത്ത്ഡേ ആണ്. 2 വയസ്സാവുന്നു. അവൻ സുഖമായിട്ടിരിക്കുന്നു. കുറുമ്പൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. പിന്നെ ബ്രഷും പെയിൻറ്റും ഒക്കെ എടുത്തു തുടങ്ങി. അത് ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവനെ പറ്റി. അപ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടിയിലോട്ട് പോവാം. ദേ ഇവിടെ ഞാൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു ബിയർ ബോട്ടിലാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഹോം മെയ്ഡ് ജെസ്സോ, ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹോം മെയ്ഡ് ജെസ്സോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക, അത് കണ്ടു നോക്കുക. എനിക്കൊന്ന് പാത്രത്തിൻ്റെ പകുതിയോളം ഉണ്ടായിരുന്നു, അത് തീർന്നു, ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ബേസ് കോട്ട് കൊടുത്തു, ഒരു കോട്ട്, എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇനി വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കളയാനോ അല്ലെങ്കിൽ സൂക്ഷിച്ചൊക്കെ വെക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ഒരു കുർത്ത ടോപ്പിൻ്റെ ലേസാട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ലേസ് അങ്ങനെ ഒരുപാട് വാങ്ങിച്ചൊന്നും വെക്കാറില്ല. നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിവിടെ എൻ്റെ ഒരു ടോപ്പിൻ്റെ ലേസ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ബോട്ടിലാട്ടായി ഇന്ന് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് കട്ട് ചെയ്ത് എന്താ പറയുക, തുണിയുടെ കഷ്ണമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കളയുന്ന ടോപ്പുകളൊക്കെ ടൈറ്റായിട്ട് കളയുമല്ലോ, കീറിക്കളയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് സൂക്ഷിക്കാം. ചില തുണികൾ തന്നെ വെച്ചിട്ട് നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്ത നൂലൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബേസ് കോട്ടൊക്കെ ചെയ്ത് കൊടുത്ത കുപ്പിയിലേക്ക് നമുക്കൊരു കളർ ചെയ്യണം. അതിപ്പോൾ ഞാൻ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അതൊന്ന് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതേ പിങ്ക് കളറൊക്കെ കൊടുത്ത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ലേസിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതേ ഞാൻ കുപ്പിയിൽ ഒട്ടിക്കാവുന്ന പാകത്തിന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലേസ്. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യണം കുറച്ച് ഭാഗത്തായിട്ട്. എന്നിട്ട് നമുക്ക് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഫെവിക്കോളിന് പകരമായിട്ട് നിങ്ങൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലേസൊക്കെ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ തന്നെയാണ് നല്ലത്. കാരണം ഒട്ടിക്കഴിയുമ്പോൾ അറിയില്ല. ഫെവിക്കോളിന് പകരം നമ്മളിപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചുറ്റിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ ലേസിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് നമുക്ക് ആ കുപ്പിയിലൊന്ന് ഭംഗിയാക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഫെവിക്കോൾ കൊണ്ട് തന്നെ ഞാനിവിടെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ സ്പോഞ്ച് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഒട്ടിയിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ തുണിയോ വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം കൈ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലേസ് നമ്മുടെ തിരിച്ചൊട്ടും കയ്യിലേക്ക്. അപ്പോൾ തിരിച്ച് പോരും, ഇളകിപ്പോരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരല്പം കഴിയുമ്പോൾ ഫെവിക്കോള് നമ്മൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ലേസ് ഒട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഭംഗിക്കായിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഭാഗം കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഭാഗം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണേ. ഇപ്പോൾ അവിടെയും ചുറ്റിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഞാനിവിടെ സ്റ്റോൺസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു പൂവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോൺസ് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടും. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ഭംഗി കൂട്ടണ്ടേ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ വൂളൻ നൂലെടുത്തിട്ടുണ്ട്. വൂളൻ നൂലിൽ നമ്മൾ പേൾസോ മുത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോണുകളോ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ കോർത്തിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കുപ്പിയിൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം. അവനിവിടെ 2 പേൾ എടുത്തിട്ട് അത് കെട്ടിയിട്ടിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന്
ചുറ്റി കൊടുത്തിട്ടിട്ടുണ്ട്, കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കോർത്തിടണമെങ്കിൽ കോർത്തിടാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ താഴത്തെ ആ ഒരു ലേസിലും കൂടെ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഭംഗി കൂട്ടണമെന്ന് തോന്നിയപ്പോൾ സ്റ്റോൺസ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതേ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്, ലേസിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കളയാനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ലേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാം. അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.